പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവം നൽകുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായും നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വചനം അവിടുന്ന് നമുക്ക് നൽകുന്നു. ദൈവത്തിൻ്റെ ഒരു ദാനമാണ് തീർച്ചയായിട്ടും. ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് ജനങ്ങൾ ആത്മീയമായി വളർച്ച പ്രാപിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചതുപോലെ രക്ഷയ്ക്കായി വളരുവാൻ ഇപ്പോൾ ജനിച്ച ശിശുക്കൾ എന്നതുപോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. പക്ഷെ അത് മായമില്ലാത്തതായിരിക്കണം. ആരെയും മായം കലർത്താൻ അനുവദിക്കരുത്. നമ്മൾ ഇവിടെ പഠിക്കുന്നതായ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അത് വ്യത്യസ്തരാകുവിൻ. നമ്മൾ പറഞ്ഞു ബി ഡിഫറൻറ്റ്. വ്യത്യസ്തരാവുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ബൈബിൾ ക്ലാസ്സിലൂടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതായ കാര്യം. ഗാഡ് വാണ്ട്സ് us to be different. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ അവരെ പോലെ അല്ല. വിശ്വാസികളുടെ ജീവിതം ഒരു വ്യത്യസ്ത ജീവിതമാണ്. കർത്താവ് നമ്മളെ ലോകത്തിൽ നിന്ന് വിളിച്ചു, വേർതിരിച്ചു. വിളിക്കുക മാത്രമല്ല, വേർതിരിച്ചിട്ടാണ് ലോകത്തിലേക്ക് നമ്മളെ പറഞ്ഞു വിടുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു, അവർ തൻ്റെ കൂടെ ഇരുന്നു, യേശുവിനെ അവരറിഞ്ഞു, അനുഭവിച്ചു. അവരെ കർത്താവ് ലോകത്തിലേക്ക് വിടുകയാണ്. അവരെ ലോകത്തിലേക്ക് വിടുമ്പോൾ ഒരിക്കലും ലോകക്കാരെ പോലെ ആകുവാനല്ല. നേരത്തെ ലോകക്കാരായിരുന്നു, എന്നാൽ ഇപ്പോൾ നമ്മൾ വ്യത്യസ്തരാണ്. യേശുവിൻ്റെ ശിഷ്യൻ വ്യത്യസ്തനാണ്. നിങ്ങൾ ലോകക്കാരെ പോലെ ആകരുത്. ലോകം നിങ്ങളെ പകയ്ക്കും. യേശു ലോകക്കാരനല്ലായിരുന്നു, അതുകൊണ്ട് യേശുവിനെ ലോകം പകച്ചു. അവൻ്റെ പിന്നാലെ പോകുന്ന നമുക്കെല്ലാവർക്കും മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ടതാ ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. നമ്മളും വ്യത്യസ്തരായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ അവൻ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു, ലോകത്തിലേക്ക് തന്നെ പറഞ്ഞു വിട്ടു. നേരത്തെ നമ്മൾ ലോകത്തിൻ്റെ സ്വന്തമായിരുന്നു, എന്നാൽ ഇപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ സ്വന്തമല്ല. അതുകൊണ്ട് ലോകം നമ്മളെ പകയ്ക്കുന്നു. ലോകത്തിൻ്റെ സ്വന്തമായിരുന്നെങ്കിൽ നമ്മളെ സ്നേഹിക്കുമായിരുന്നു. പക്ഷെ നമ്മൾ ലോകത്തിൻ്റെ സ്വന്തമല്ലാത്തത് കൊണ്ട് ലോകം തന്നെ പറയുകയാണ് അവനെ സ്നേഹിക്കരുത്. കാര്യം അവൻ നമ്മുടെ വകയല്ല, അവൻ നമ്മുടെ കൂടെയുള്ള ആളല്ല, അവൻ ഡിഫറൻ്റ് എന്ന് പറയണം. അല്ലാതെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചതുപോലെ ആരും നമ്മളെക്കുറിച്ച് പറയരുത്, അത് കുഴപ്പമില്ല, അവൻ പാട്ട് പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമെന്നുള്ളതേ ഉള്ളൂ, പക്ഷെ അവൻ നമ്മളെപ്പോലെ, ബാക്കി എല്ലാത്തിലും അവൻ നമ്മളെപ്പോലെ എന്ന് പറയിക്കരുത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മൾ ലോകക്കാരെ പോലെ ആകരുത്. അതിനെക്കുറിച്ച് ഇനിയും നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ 1 പത്രോസ് 2:9 മുതലുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ, ഈ വായിച്ച ഭാഗങ്ങൾ തന്നെയാണ്, അവിടെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ മുമ്പേ ആരായിരുന്നു? ഒരിക്കൽ നമ്മൾ അന്ധകാരത്തിലായിരുന്നു, ഇപ്പോൾ നമ്മൾ അത്ഭുത പ്രകാശത്തിലേക്ക് വന്നിരിക്കുകയാണ്. ലോകത്തിൽ നിന്ന് നമ്മളെ കർത്താവ് തിരഞ്ഞെടുത്തു. മുമ്പേ ഇപ്പോൾ എന്ന് പറയുന്നതായ ഡിഫറൻസ്. മുമ്പേ നമ്മൾ ജനമല്ലാത്തവരായിരുന്നു, ഇപ്പോൾ ദൈവത്തിൻ്റെ ജനം. മുമ്പേ കരുണ ലഭിക്കാത്തവർ, ഇപ്പോൾ കരുണ ലഭിച്ചവർ. നാം ആരാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ നമുക്ക് അത്യാവശ്യമാണ്. നമ്മളിപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗം, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ കർത്താവ് വിളിക്കുന്നത് ഇൻഡിവിജ്വലായിട്ടാണ്. പക്ഷേ ഇവിടെ ഇൻഡിവിജ്വലായിട്ട് വിളിച്ചാലും നമ്മുടെ ഐഡൻറ്റിറ്റി പറയുമ്പോൾ നമ്മളൊരു സമൂഹത്തിൻ്റെ ഭാഗമാണ്, ഇല്ലേ? അവിടെ പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി എന്ന് മാത്രമല്ല. വ്യക്തിയാണ്, ഓഫ് കോഴ്സ്, വ്യക്തികളായി കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ തിരഞ്ഞെടുത്ത് നമ്മളെ ആക്കി വച്ചിരിക്കുന്നത്, ലോകത്തിലേക്ക് നമ്മളെ വിട്ടു എന്ന് പറഞ്ഞാലും നമ്മൾ എന്തിൻ്റെ ഭാഗമാണ്? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്, രാജകീയ പുരോഹിത വർഗമാണ്. ജാതി, വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം. ഇവിടെ എല്ലാം ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുകയല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ലോകത്തിൽ നിന്ന് വ്യത്യസ്തരാണ്, പക്ഷേ നമുക്ക് ഒരു കൂട്ടായ്മയുണ്ട്. അത് ഇതേപോലെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സംഘത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. വേറൊരു രീതി പറഞ്ഞാൽ നമ്മളൊരു സഭയുടെ ഭാഗമാണ്. ദൈവം നമ്മളെ വ്യക്തികളായി വിളിച്ചു, പക്ഷെ വിളിച്ചാക്കിയിരിക്കുന്നത് ഒരു സഭയിലാണ്. ആ സഭയുമായുള്ള ബന്ധം നമുക്ക് അത്യാവശ്യമുണ്ട്. അല്ലാതെയും ചിലർ ടീച്ച് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭയൊന്നും ആവശ്യമൊന്നുമില്ല, നീയും ദൈവമായിട്ടുള്ള ബന്ധം അത്രയേ ഉള്ളൂ.
സഭയിലൊന്നും പോകേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ഒറ്റയ്ക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ആഗ്രഹിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരായ ആളുകൾ. അതൊരു ദുരുപദേശമാണ്. അങ്ങനെയല്ല. യേശു കർത്താവിൻ്റെ വാക്കുകൾ കേട്ട് വന്നവരൊക്കെ യേശുവും അവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, പക്ഷേ അവർ തമ്മിലും ബന്ധമുണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളിൽ പെന്തിക്കോസ്ത് നാളിൽ പത്രോസിൻ്റെ പ്രസംഗം കേട്ട് കൂടി വന്നവർ ഒരു സഭയായി തീർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഒരു സഭ, ചർച്ച്. അപ്പോൾ ഇന്നലെ വരെ നമ്മൾ ലോകത്തിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ലോകത്തിൻ്റെ ഭാഗമല്ല. ദൈവം നമ്മളെ വിളിച്ചു, വേർതിരിച്ചു. എന്നാൽ നമ്മൾ ഒരു സഭയുടെ ഭാഗമാണ്. ഈ സഭ വേർപാട് സൂക്ഷിക്കുന്ന ഒരു സമൂഹമാണ്. വ്യക്തി എന്ന നിലയിൽ ഞാൻ വേർപാട് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ സഭ എന്ന നിലയിൽ എൻ്റെ സഭയും എന്തു തന്നെ ചെയ്യണം? വേർപാട് സൂക്ഷിക്കണം. സഭ വേർപാട് നഷ്ടപ്പെടുത്തരുത്. വ്യക്തികൾ വേർപാട് നഷ്ടപ്പെടുത്താൻ പാടില്ല. സഭയും വേർപാട് നഷ്ടപ്പെടുത്തരുത്. ലോകവുമായുള്ള ബന്ധത്തിൽ ലോകത്തോട് ചേരുന്നതാകരുത് സഭ. വ്യത്യസ്തമായിരിക്കണം. നമ്മുടെ സഭ വ്യത്യസ്തമായിരിക്കണം. നമ്മൾ അവരെ പോലെയല്ല. നമ്മൾ ദൈവമക്കളാണ്. നമ്മൾ ലൗകികരല്ല. എന്ന് തന്നെയല്ല, നമ്മൾ അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിക്കപ്പെട്ടവരാണ്. ആ ഒരു വളർച്ചയിലാണ് നമ്മൾ. പക്ഷേ നമ്മൾ ഇൻഡിവിജ്വലായിട്ടല്ല വളരുന്നത്. ഇൻഡിവിജ്വലായിട്ട് വളർച്ചയുണ്ടില്ലെന്നല്ല, പക്ഷേ നമ്മളെപ്പോഴും ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ്. വിശുദ്ധ ജനം, രാജകീയ പുരോഹിത വർഗം, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, വിശുദ്ധ വംശം. അവിടെ എല്ലാം വ്യക്തികൾ എന്ന നിലയിലുള്ള നമ്മുടെ ദൈവബന്ധം പോലെ തന്നെ പ്രധാനമാണ് സഭ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിലുള്ള നമ്മുടെ ബന്ധവും. അതും അത്യാവശ്യമാണ്. അപ്പോൾ വ്യക്തികൾ വേർപെട്ടവരായിരിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ സഭയും വേർപെട്ട സഭയായിരിക്കണം. ഇന്ന് സഭയിലും വ്യക്തികൾ വേർപെടുന്നത് തന്നെ ഇന്നിപ്പം അത്ര കോമൺ അല്ല. പക്ഷേ സഭയും ഇന്ന് വേർപാട് സൂക്ഷിക്കുന്നില്ല. ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്നതായ സഭ, ലോകത്തിലുള്ളതുപോലെ ഉള്ള ഇലക്ഷനും ലോകത്തിലുള്ളതുപോലെ തന്നെയുള്ള പൊളിറ്റിക്സും ലോകത്തിലുള്ളതുപോലെയുള്ള എല്ലാ തരത്തിലും ലൗകികത കടന്നുകൂടിയിരിക്കുന്ന സഭകൾ. അങ്ങനെയല്ല. നമ്മുടെ സഭകൾ വ്യത്യസ്തമായിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവർ, നിങ്ങൾ എന്ന് പറയുന്ന ഒരു ഡിഫറൻസ് യൂദായുടെ ലേഖനത്തിൽ നമ്മൾ കണ്ടു. അവർ 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 എന്നാൽ നിങ്ങളോ ഈ ഡിഫറൻസ് നമുക്കുണ്ടായിരിക്കണം. വ്യക്തി എന്ന നിലയിൽ വേണം, അതേപോലെ സഭ എന്ന നിലയിലും നമുക്ക് അത്യാവശ്യമായ കാര്യമാണ്. നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണ്, നമ്മുടെ സഭയുടെ ഐഡൻറ്റിറ്റി എന്താണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. വ്യക്തിപരമായി എനിക്ക് ദൈവത്തോടുള്ള ബന്ധം, ഞാനൊരു ദൈവ പൈതലാണ് എന്നുള്ളതാണ്. സഭ എന്ന നിലയിൽ സ്വർഗത്തിൻ്റെ മറ്റൊരു പതിപ്പായിരിക്കണം സഭ. അതൊക്കെ ഒത്തിരി വിശാലമായ സബ്ജക്റ്റാണ്. ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. എങ്കിലും വ്യത്യസ്തമായിരിക്കണം. ഒരു റോട്ടറി ക്ലബ്ബ് പോലെയല്ല, മറ്റ് സംഘങ്ങളെ പോലെയല്ല. കൂട്ടായ്മ ആവശ്യമുണ്ട്. പക്ഷേ കൂട്ടായ്മ ആവശ്യമുണ്ടെന്ന് പറയുന്നത് ഇപ്പോൾ റോട്ടറി ക്ലബ്ബിലും കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയല്ല നമ്മുടെ കൂട്ടായ്മ. നമ്മുടെ കൂട്ടായ്മ ദൈവത്തോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാണ്. അങ്ങനെയുള്ളവർ തമ്മിൽ കൂട്ടായ്മയുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയുള്ളവർ തമ്മിലും കൂട്ടായ്മയുണ്ട്. ഒന്ന് യോഹന്നാൻ്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെ 6-ാമത്തെ വാക്യം മുതൽ അവനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ ഇവിടെ യോഹന്നാൻ പറയുന്ന കാര്യം തന്നെ എന്താണെന്ന് ചോദിച്ചാൽ 3-ാമത്തെ വാക്യത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. അപ്പോൾ ദൈവവുമായിട്ട് നമുക്ക് കൂട്ടായ്മയുണ്ട്. പക്ഷേ നമ്മൾ തമ്മിലുള്ള കൂട്ടായ്മയും അനിവാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് നമ്മൾ വ്യത്യസ്തരാകുന്നത്. വ്യക്തികൾ എന്ന നിലയിൽ നമ്മൾ വ്യത്യസ്തരാണ്, സഭ എന്ന നിലയിലും വ്യത്യസ്തരാണ്. നമ്മുടെ കൂട്ടായ്മയുടെ അടിസ്ഥാനം എന്താണെന്ന് അവിടെ പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട്. എന്താണ് പറയുന്നത്? ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. യോഹന്നാൻ പറയാം, ഞാൻ ഈ ലേഖനം എഴുതുന്ന തന്നെ ഒരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാ ഇത് പറയുന്നത്?
നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകണം. നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകണം. അതിനാണ് ഞങ്ങളിത് എഴുതുന്നു, അതിന് ഞങ്ങളിത് അറിയിക്കുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടത് നിങ്ങളോടും അറിയിക്കുന്നു. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. നോക്ക്, യോഹന്നാൻ പറയാണ്, നമുക്ക് തമ്മിലൊരു കൂട്ടായ്മ വേണം, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടണം എന്നങ്ങ് വെറുതെ പറയല്ല. ഞങ്ങളുടെ കൂട്ടായ്മ എന്താണ് എഴുതിയിരിക്കുന്നത്? പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. എന്നിട്ട് അവിടെ പറയുന്നത്, താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് അവനോട് കൂട്ടായ്മ എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഫോഷ്ക്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം. കൂട്ടായ്മ ഉണ്ടെന്ന് നിങ്ങൾ വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ. ഇവർ പറയാണെന്ന് വെച്ചു, ഓ നിങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുവിനോടുമാണോ? ഞങ്ങളുടെ കൂട്ടായ്മയും അത് തന്നെയാണ് ബ്രദറെ, ഞങ്ങൾക്കും വേറെ ഒന്നുമില്ല. ചിലർ പറയുമല്ലോ, നമ്മുടെ സഭയിലുമൊക്കെ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്, ഞങ്ങളുടെ കൂട്ടായ്മ പിന്നെ ആരോടാ? ഞങ്ങളും യേശുവിനെയാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മ യേശുവിനോട് കൂടെ ആണെന്നൊക്കെ പറയാൻ മടിയില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഫോഷ്ക്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അപ്പൊ കൂട്ടായ്മയ്ക്ക് ഒരു അടിസ്ഥാനമുണ്ട്. എന്താണ് കൂട്ടായ്മയുടെ അടിസ്ഥാനം? കൂട്ടായ്മയുടെ അടിസ്ഥാനം വിശുദ്ധിയാണ്. ഹല്ലേലൂയ. കൂട്ടായ്മയുടെ അടിസ്ഥാനം വിശുദ്ധിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ കൂട്ടായ്മ എല്ലാവരുമായിട്ടും അങ്ങ് കൂട്ടായ്മ വേണമെന്ന് പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. ഇരുട്ടിൽ നടക്കുന്നവരുമായി, ഇരുട്ടിൽ നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശപ്പെട്ട ജീവിതം ജീവിച്ച ആ ഒരു ജീവിതത്തിൽ അതിനകത്തുനിന്നൊരു റിഗ്രറ്റ് ഇല്ലാത്ത വ്യക്തികളുമായിട്ട് നമുക്ക് ഈ പറയുന്ന കൂട്ടായ്മ പറ്റുകയില്ല. ഒന്ന്, യോഹന്നാൻ പറയുന്ന കാര്യം, ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുവിനോടുമാണ്. നിങ്ങൾക്കും പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുവിനോടും കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. പക്ഷെ വേറെ കാര്യമുണ്ട്, വെറുതെ പറഞ്ഞാൽ പോരാ. അവനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നിങ്ങൾ ഫോഷ്ക്ക് പറയുന്നു, നമുക്ക് തമ്മിൽ കൂട്ടായ്മ പറ്റില്ല. എന്നാൽ അതേസമയം അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പാളിച്ച പറ്റിപ്പോയോ? ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ളവർ തമ്മിലാണ് കൂട്ടായ്മ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. പെർഫെക്ഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന, അതിന് തയ്യാറുള്ളവർ എന്ന അർത്ഥത്തിലാണ് ഇവിടെ എന്താ പറയുന്നത്? അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇരുളിൻ്റെ അംശം ഉണ്ടെങ്കിൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. നോക്കുക, അപ്പോൾ വിശുദ്ധിയാണ് കൂട്ടായ്മയുടെ അടിസ്ഥാനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധിയാണ്. ഡോക്ട്രിനലായിട്ടുള്ള തീർച്ചയായിട്ടും ഡോക്ട്രിൻ പ്രധാനപ്പെട്ട വിഷയമാണ്. ഉപദേശങ്ങൾ പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് ഡോക്ട്രിൻസ് എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഡോക്ട്രിൻസ്. അല്ലാതെ നമ്മൾ ഫോളോ ചെയ്യുന്ന ചില ട്രഡീഷൻസ് ഉണ്ട്, അതല്ല ഞാൻ പറയുന്നത്. അതല്ല, എക്സാക്ട്ലി സ്ക്രിപ്ചറലായിട്ടുള്ള ഡോക്ട്രിൻസിൽ ഞാൻ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. അങ്ങനെ സ്ക്രിപ്ചറൽ ആയിട്ടുള്ള ഡോക്ട്രിൻസ് അംഗീകരിക്കുക മാത്രമല്ല അനുസരിക്കുകയും ചെയ്താൽ അപ്പോഴാണ് നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അഥവാ ഈ കൂട്ടായ്മ ഇപ്പോഴും നിങ്ങൾ ഇരുട്ടിൽ എവിടെയാണോ നടക്കുന്നത് ആണെങ്കിൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് പാപവിമോചനം പ്രാപിക്കുക, നിങ്ങളുടെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക, അങ്ങനെ വെളിച്ചത്തിൽ നടക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരുവതിൽ താമസമേറയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരുവതിൽ താമസമേറയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം.
ബന്ധങ്ങൾ